മോഡൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 മാർക്ക് വെയിറ്റേജ് വരുന്ന 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ക്ലാസ്സസ് ആണ് തന്നിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4 മാർക്ക് വെയിറ്റേജ് വരുന്ന 12 ക്വസ്റ്റ്യൻസുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ആ 12 ക്വസ്റ്റ്യൻസുകളുടെ സൊല്യൂഷൻസുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് 11ാമത്തെ ചോദ്യമായി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞിരുന്നത് 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തത് കൺസ്ട്രക്ട് എ 2x2 മെട്രിക്സ് എ ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ whose elements are given by aij equal to I plus j whole square divided by 2. നമ്മളെ മെട്രിക്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സ്പെക്ട് ചെയ്തിരുന്ന വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ചോദ്യം തന്നെയാണ് വന്നിരുന്നത്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് എന്താ? 2 മെട്രിക്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. എയിൻ്റെയും ബിയിൻ്റെയും സിയിൻ്റെയും ഡിയിൻ്റെയും വാല്യൂ കണ്ടെത്തണം. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്, നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും. ഇതേ മോഡൽ ചോദ്യങ്ങൾ തന്നെയാണ് ഇനി വരുന്ന എക്സാമിനേഷനും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞ ചോദ്യം നമുക്ക് ഒന്നുകൂടി വർക്ക് ചെയ്ത് നോക്കാം. എ ഐ ജെ എന്ന് പറയുന്നത് I പ്ലസ് ജെ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 2/2 ഓർഡറിലുള്ള മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് അതിൻ്റെ ജനറൽ ആശയം വരുന്നത് എങ്ങനെയാണ്? മെട്രിക്സ് A11 A12 A21 A22 ഈ ഒരു ജനറൽ മെട്രിക്സ് ആണ് 2/2 ഓർഡർ ഉണ്ടായിരിക്കുന്നത്. നമുക്കിനി എന്ത് ചെയ്താൽ മതി? ഈ 4 എലമെന്റുകൾ കണ്ടെത്തിയാൽ മതി. അതിൽ A11 എന്ന് പറയുന്ന കാര്യം കണ്ടെത്തണമെങ്കിൽ ഐക്ക് 1 കൊടുക്കുക, ജെക്ക് 1 കൊടുക്കുക. കൊടുക്കുമ്പോൾ 1 + 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. 2വിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 4 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 2. A12 എന്ന് പറയുന്നത് ഐക്ക് 1 കൊടുക്കുക, ജെക്ക് 2 കൊടുക്കുക. 1 + 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 1 + 2 എന്ന് പറയുന്നത് 3 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 9/2. A21 ഈക്വൽ ടു ഐ എന്ന് പറയുന്നതിന് 2, ജെ എന്ന് പറയുന്നതിന് 1. അപ്പോൾ 2 + 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. 2 + 1 എന്ന് പറയുന്നത് 3 ആണ്. 3ന്റെ സ്ക്വയർ 9 ഡിവൈഡഡ് ബൈ 2. A22 ഈക്വൽ ടു ഐക്ക് 2 കൊടുക്കുക, ജെക്കും 2 കൊടുക്കുക. അപ്പോൾ 2 + 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 2 + 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ഡിവൈഡഡ് ബൈ 2. 16 ഡിവൈഡഡ് ബൈ 2നെ നമുക്ക് ഒന്നുകൂടി ചുരുക്കിയിട്ട് എന്ത് എഴുതാം? 8 എന്ന് പറഞ്ഞ ആൻസർ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സ് എന്ന് പറയുന്ന കാര്യത്തിനെ A11 എന്നതിന് പകരം 2 എഴുതാം. A12 എന്നതിന് പകരം 9/2 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. A21 എന്ന് പറയുന്നത് 9/2 ആണെന്ന് എഴുതാം. A22 എന്ന് പറയുന്നത് 8 ആണെന്ന് പറഞ്ഞ് എഴുതാം. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇത്രയും ചെയ്താൽ 2 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിലെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ 9/2 എന്ന് പറയുന്നതിന് 4.5 എന്നൊക്കെ പറഞ്ഞ് എഴുതാം. അങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടുന്നതാണ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ 2 മെട്രിക്സ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞത് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കറിയാം 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം A - B എന്ന് പറയുന്നത് -1 തുല്യമായിരിക്കും. A - B ഈക്വൽ ടു -1. അതുപോലെ D എന്ന് പറയുന്നത് 4 ഈക്വൽ ആയിരിക്കും. D ഈക്വൽ ടു 4. 2A - B എന്ന് പറയുന്നത് 0 ആയിരിക്കും. 2A - B ഈക്വൽ ടു 0. C എന്ന് പറയുന്നത് 5 ആയിരിക്കും. നമുക്ക് എയും ബിയും സിയും ഡിയും കണ്ടുപിടിക്കാനുണ്ട്. C 5 ആണെന്നും കിട്ടി, D 4 ആണെന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കൂ, നിങ്ങൾ 2 ഇക്വേഷനുകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ആ 2 ഇക്വേഷനിലും എയിലും ബിയിലും ഉള്ളതാണ്. ഈ 2 ഇക്വേഷൻ ഞാനൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. 2 ഭാഗത്തും -b എന്ന് പറഞ്ഞ കാര്യം ഉള്ളത് കൊണ്ട് 2 ഇക്വേഷനും തമ്മിൽ ഞാൻ മൈനസ് ചെയ്യുകയാണ്. 2 തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ എയിൽ നിന്ന് 2a മൈനസ് ചെയ്താൽ ബാക്കി -a. -bയിൽ നിന്ന് -b തന്നെ മൈനസ് ചെയ്താൽ 0, അതായത് ബിന്റെ ടേം ഇല്ല എന്നർത്ഥം. ഓക്കെ, -1ൽ നിന്നും 0 മൈനസ് ചെയ്താൽ -1. അപ്പോൾ a എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഈ a എന്ന് പറയുന്ന കാര്യം ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക്, ഒന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ ഇക്വേഷനിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? b എന്ന് പറയുന്ന വാല്യൂ കണ്ടെത്താൻ പറ്റും. ഞാൻ ആദ്യത്തെ ഈ ഒരു കാര്യത്തിലേക്ക് തന്നെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാണ്.
എന്റെ സ്ഥാനത്ത് 1 കൊടുത്തു, മൈനസ് ബി എന്ന് പറഞ്ഞ കാര്യം അതുപോലെ എഴുതി, ഈക്വൽ ടു -1. അതായത് മൈനസ് ബി ഈക്വൽ ടു -1 -1. -1 എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ എന്റെ വാല്യൂ 1, ബിന്റെ വാല്യൂ 2, സി എന്ന് പറയുന്നതിന്റെ വാല്യൂ 5, ഡി എന്ന് പറയുന്നതിന്റെ വാല്യൂ 4. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. 12ാമത്തെ ചോദ്യം നിങ്ങൾക്ക് തന്നിരുന്നത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നു, ബി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് തന്നു, സി എന്ന് പറഞ്ഞ മറ്റൊരു മെട്രിക്സ് തന്നു. എന്നിട്ട് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് 3a - c കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ ബി എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കേണ്ട മോഡലായിട്ടാണ് ഈ ഒരു ചോദ്യം നിലനിൽക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് തന്നിരുന്നപ്പോൾ പ്രത്യേകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്തായാലും നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എ അറിയാം, പക്ഷെ 3a എന്ന് പറയുന്ന കാര്യം നമുക്കറിയില്ല. അപ്പൊ ആദ്യം നമ്മൾ 3a എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുകയാണ്. 3a എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എ എന്ന് പറയുന്ന മെട്രിക്സ് 2 4 3 2. 3 എന്ന് പറയുന്നത് ഓരോ നമ്പറുകളിലേക്കും മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെഴുതാം? മെട്രിക്സ് 6 12 9 6. സി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് തന്നു കഴിഞ്ഞ മെട്രിക്സ് ആണ്. അത് -2 5 3 4. 3a - c എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ മെട്രിക്സും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? കറസ്പോണ്ടിങ് ആയി കാണുന്ന നമ്പേഴ്സുകൾ മൈനസ് ചെയ്യുക. ഇവിടെ 6 ഉണ്ട്, ഇവിടെ -2 ഉണ്ട്. അത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പോൾ 6 - -2. ഇവിടെ 12 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. 12 - 5. ഇവിടെ 9 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. 9 - 3. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. 6 - 4. ഒന്നുകൂടി അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് 6 + 2 എന്ന് പറഞ്ഞ ആശയമാകും. 8 ആൻസർ വരുന്നു. 12 - 5 എന്ന് പറഞ്ഞാൽ 7. 9 - 3 എന്ന് പറയുന്നത് 6. 6 - 4 എന്ന് പറയുന്നത് 2. അപ്പോൾ നമുക്ക് 3a - c എന്ന് പറഞ്ഞ ആശയമായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ ബി എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കാനാണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് 2 4 3 2 ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സ് 1 3 -2 5. രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മെട്രിക്സിലെ റോ എടുക്കുക, രണ്ടാമത്തെ മെട്രിക്സിലെ കോളം എടുക്കുക. കറസ്പോണ്ടിങ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. 2 × 1 2 പ്ലസ് 4 × -2 -8. അതേ റോ തന്നെ എടുക്കുക, രണ്ടാമത്തെ കോളത്തിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 6 പ്ലസ് 4 × 5 20. രണ്ടാമത്തെ റോ എടുക്കുന്നു, ആദ്യത്തെ കോളത്തിലേക്ക് ചെയ്യുന്നു. 3 × 1 3 പ്ലസ് 2 × -2 -4. അതേ റോ തന്നെ അടുത്ത കോളത്തിലേക്ക് ചെയ്യുമ്പോൾ 3 × 3 9 പ്ലസ് 2 × 5 10 which is equal to matrix 2 + -8 എന്ന് പറഞ്ഞാൽ -6. 6 + 20 എന്ന് പറയുന്നത് 26. 3 + -4 എന്ന് പറഞ്ഞാൽ -1. 9 + 10 എന്ന് പറഞ്ഞാൽ 19. എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ചെയ്തു കഴിഞ്ഞു. 2 മാർക്ക് നമുക്ക് ലഭിക്കുകയും ചെയ്തു. 13ാമത്തെ ചോദ്യം നിങ്ങൾക്ക് തന്നിരുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് തന്നിരുന്നത്. സാധാരണയായി നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിലുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഫോർമുലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മൾ സാധാരണ കുട്ടികളടുത്ത് പറയാറുള്ളത് ആ ഫോർമുലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം നോക്കണം എന്ന് പറയാറുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ചോദിക്കുകയും ചെയ്തത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ഫോർമുലേനെ ബേസ് ചെയ്തുകൊണ്ടാണ്. tan ഇൻവേഴ്സ് x + tan ഇൻവേഴ്സ് y = ഡാഷ്. ഫോർമുല പ്രകാരം അത് എന്തിന് ഈക്വൽ ആയിട്ട് വരുന്നു? tan ഇൻവേഴ്സ് x + y/1 - xy. ഇതേ ഫോർമുല കണക്ട് ചെയ്തുകൊണ്ടാണ് തൊട്ട് താഴെയുള്ള സബ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, tan ഇൻവേഴ്സ് എക്സിനോട് കൂടി tan ഇൻവേഴ്സ് y കൂട്ടിയാൽ കിട്ടുന്ന ആൻസർ tan ഇൻവേഴ്സ് x + y/1 - xy എന്ന് പറഞ്ഞ കാര്യമാണ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് തെളിയിക്കാനുള്ളത് tan ഇൻവേഴ്സ് 2/11 പ്ലസ് tan ഇൻവേഴ്സ് 7/24. ഇത് എന്താണെന്ന് എത്തണം. tan ഇൻവേഴ്സ് 1/2 ആണ് എന്നുള്ളത് എത്തണം. ഇത് tan ഇൻവേഴ്സ് 1/2നോട് കണക്ട് ചെയ്യണമെങ്കിൽ ഇത് ഏത് ഫോമിലാണ്? tan ഇൻവേഴ്സ് x + tan ഇൻവേഴ്സ് y എന്ന് പറഞ്ഞ ഫോമിലാണ്. തൊട്ടു മുകളിലുള്ള ഫോർമുല പ്രകാരം നമുക്ക് എന്ത് പറയാം? tan ഇൻവേഴ്സ്
എക്സ് പ്ലസ് വൈ ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഇവിടെ അതിന് പകരം 2/11 പ്ലസ് 7/24 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. എക്സ് എന്ന് പറയുന്നതിന് പകരം 2/11 ഇൻറ്റു വൈക്ക് പകരം 7/24. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ടാൻ ഇൻവേഴ്സ് 2 ഇൻറ്റു 24 എന്ന് പറഞ്ഞാൽ 48 പ്ലസ് 11 ഇൻറ്റു 7 എന്ന് പറയുന്നത് 77 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 24 264 ഡിവൈഡഡ് ബൈ ഇവിടെ ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 11 ഇൻറ്റു 24 എന്ന് പറഞ്ഞാൽ 264 മൈനസ് 2 ഇൻറ്റു 7 എന്ന് പറയുന്നത് 14 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 11 ഇൻറ്റു 24 എന്ന് പറഞ്ഞാൽ 264. 264ഉം 264ഉം ക്യാൻസൽ ചെയ്ത് പോകുന്നു. ടാൻ ഇൻവേഴ്സ് 125 ഡിവൈഡഡ് ബൈ 250. 125 250 ക്യാൻസൽ ചെയ്യുമ്പോൾ താഴെ 2 വരുന്നു. അതായത് ടാൻ ഇൻവേഴ്സ് 1/2. ഇത് തന്നെയാണ് നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഒരു ചോദ്യമാണ്. സാധാരണയായി നമ്മൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി നിങ്ങളോട് പറയാറുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. 14ാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഫൈൻഡ് dy/dx y ഈക്വൽ ടു സൈൻ കോസ് എക്സ് സ്ക്വയർ. രണ്ടാമത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 100. ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നപ്പോൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന കാര്യം കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ചെയിൻ റൂൾ എന്ന് പറയുന്ന ആശയമാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. y ഈക്വൽ ടു സൈൻ കോസ് എക്സ് സ്ക്വയർ. ചെയിൻ റൂൾ ഉപയോഗിക്കുമ്പോൾ y എന്ന് പറയുന്നതിന്റെ ഡെറിവേഷനെയാണ് നമ്മൾ dy/dx എന്ന് പറഞ്ഞ ആശയം എഴുതുന്നത്. ഈ dy/dx എന്ന് പറയുന്ന ആശയം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ചെയിൻ റൂൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ പറയുന്ന കാര്യത്തിനെ ഒരു ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ആയിട്ട് വിചാരിച്ചാൽ ഇത് നമ്മൾ റീഡ് ചെയ്യുന്നത് സൈൻ എക്സ് എന്ന് പറഞ്ഞിട്ടാണ്. നമുക്കറിയാം സൈൻ എക്സ് എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ എന്താണ്, കോസ് എക്സ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാതാണ് കോസ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ വരിക. ആ ക്യാപിറ്റൽ എക്സിന് പകരം നിങ്ങൾ എന്ത് എഴുതുക, കോസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കാര്യം തന്നെ എഴുതി വെക്കുക. ഇത് മാത്രം എഴുതിയാൽ പോരാ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കോസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ എക്സിന്റെ പൊസിഷനിൽ വരുന്നത്. ആ ക്യാപിറ്റൽ എക്സിന്റെ പൊസിഷനിൽ എന്താണോ വരുന്നത് അതിന്റെ ഡെറിവേഷൻ പ്രത്യേകം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ വരിക, കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു d/dx ഓഫ് കോസ് എക്സ് സ്ക്വയർ. ഡെറിവേഷൻ ഓഫ് കോസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ വീണ്ടും നിങ്ങൾ ഇതൊരു ക്യാപിറ്റൽ എക്സ് തന്നെ ആയിട്ട് ചിന്തിക്കാം. ഇത് കോസ് എക്സ് ആണ്. നിങ്ങൾക്കറിയാം കോസ് എക്സിന്റെ ഡെറിവേഷൻ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ കോസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ മൈനസ് സൈൻ എക്സ് സ്ക്വയർ. ഇത് മാത്രം എഴുതിയാൽ പോരാ, ഒരു കാര്യം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, ഡെറിവേഷൻ ഓഫ് എക്സ് സ്ക്വയർ. അതായത് കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2x ആണ്. ഇതാണ് നമ്മൾക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഒന്നുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചെയിൻ റൂൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ചെയ്ത കാര്യത്രയേ ഉള്ളൂ. ഈ കോസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന് ഒരു ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളായി എടുത്താൽ ഇത് സൈൻ എക്സ് എന്ന് പറയുന്ന ഫോമിലായി. സൈൻ എക്സിന്റെ ഡെറിവേഷൻ നമുക്കറിയാം കോസ് എക്സ് ആണ്. ഇവിടെ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന കാര്യം റീപ്ലേസ് ചെയ്യുന്ന ഒരു ആശയം കൂടി ഓർമ്മയിൽ വെച്ചാൽ സൈൻ കോസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ കോസ് എക്സ് സ്ക്വയർ വരുന്നു. അത് മാത്രം എഴുതിയാൽ പോരാ, കൂടാതെ കോസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ടൈം അതുപോലെ താഴേക്ക് ഇറക്കി എഴുതി. ഇത് കോസ് എക്സ് എന്ന് പറയുന്ന ഒരു രൂപത്തിലാണ്. അപ്പൊ അതിന്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്ന ആശയമാണ്. അതേ ആശയം ഉപയോഗിച്ചുകൊണ്ട് കോസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേഷൻ മൈനസ് സൈൻ എക്സ് സ്ക്വയർ എന്ന് എഴുതുന്നു. കൂടാതെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോസ് എക്സ് സ്ക്വയർ താഴേക്ക് ഇറക്കി എഴുതി, മൈനസ് സൈൻ എക്സ് സ്ക്വയർ അതുപോലെ താഴേക്ക് ഇറക്കി എഴുതി, എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ 2x എന്ന് പറഞ്ഞ കാര്യം എഴുതുന്നു. ഇത്രയും കാര്യം നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ dy/dx എന്ന് പറയുന്ന ആശയം എഴുതൽ കംപ്ലീറ്റ് ആയി. 2 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ഇത് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ x ഇൻറ്റു y എന്ന് പറയുന്ന കാര്യം കയറി വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഇക്വേഷൻ പോലെ തന്നിട്ട് dy/dx കാണാൻ പറയുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേഷനിൽ മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ഫോമിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ആലോചിക്കാൻ നിൽക്കൊന്നും വേണ്ട. അതെന്താണ്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവുമായി കണക്റ്റഡ് ആണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എക്സും വൈയും പ്രോഡക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയെല്ലാം നമ്മൾ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്ന കാര്യം എക്സ് വൈന്റെ പ്ലേസിൽ അപ്ലൈ ചെയ്യും. ചെയ്തു പോകുന്ന ഫോർമാറ്റ് എങ്ങനെയാണ്? നിങ്ങൾക്ക് എന്താണോ തന്നിരിക്കുന്നത് ആ തന്നിരിക്കുന്ന ഇക്വേഷൻസുകളുടെ രണ്ട് സൈഡും ഡെറിവേഷൻ ചെയ്യുക. ഡെറിവേഷൻ ചെയ്ത് മുൻപിലേക്ക് പോയതിനു ശേഷം ഡിവൈഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്ന ആശയം അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ക്രമീകരിച്ച് കൊണ്ടുവരിക. ഇവിടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. രണ്ട് സൈഡും ഡെറിവേഷൻ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ 2x പ്ലസ് എക്സ് വൈ എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രൊഡക്റ്റ് റൂളിൽ തന്നെ ചെയ്യാൻ പാടുള്ളൂ. പ്രൊഡക്റ്റ് റൂൾ പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേഷൻ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേഷൻ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ 2y വരും, കൂടാതെ ഡിവൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ആശയം വരുന്നു. ഈക്വൽ ടു 100 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേഷൻ 0 ആണ്. അതായത് 2x പ്ലസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്, പ്ലസ് 2y ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ഇതിൽ ഡിവൈ ബൈ ഡി എക്സ് വരുന്ന ടേം മാത്രം ലെഫ്റ്റിൽ നിർത്തുക, ബാക്കിയുള്ള എല്ലാത്തിനെയും റൈറ്റിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y dy by dx is equal to minus 2x minus y. പോസിറ്റീവായ രണ്ട് ടേമിനെയും നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ dy by dx എന്ന് പറയുന്നത് കോമൺ ആണ്, കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് x plus 2y equal to minus 2x minus y. Therefore dy by dx is equal to minus 2x minus y divided by x plus 2y. ഇതാണ് ഡിവൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ആശയം. ഇവിടെ നിന്നും കണ്ടെത്തിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ. 15ാമത്തെ ചോദ്യത്തിൽ നമ്മൾക്ക് ചെയ്യുവാനായിട്ട് തന്നിരുന്നത് ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻ ക്ലോസ് ഇന്റർവൽ 0π/2. ഈ ഇന്റർവെല്ലിനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ളത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 5 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും അതുപോലെ ഡിക്രീസിങ്ങും ആകുന്ന ഇന്റർവെല്ലുകൾ കണ്ടെത്തണം. രണ്ടും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളടുത്ത് പഠിക്കാൻ പറയുന്ന മോഡൽസുകൾ തന്നെയാണ്. എന്തായാലും നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന ആശയത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഒന്നാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം തന്നിരിക്കുന്നത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന്റെ മാക്സിമം വാല്യൂ ഈ ഇന്റർവെല്ലിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന കാര്യം തൊട്ട് താഴെ കണ്ടെത്തുക. സൈൻ എക്സ് എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ കോസ് എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ മൈനസ് സൈൻ എക്സ്. തൊട്ടടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നതിനെ 0 ഇക്വേറ്റ് ചെയ്യുക. എഫ് ഡാഷ് എക്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു 0. അതായത് കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് എന്ന് പറയുന്ന കാര്യമാണ് എഴുതേണ്ടത്. ആ എക്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ നോക്കേണ്ടത് ക്ലോസ്ഡ് ഇന്റർവെൽ 0π/2ലാണ്. ഈ 0യും π/2ന്റെയും ഇടയിൽ എക്സ് എന്ന് പറയുന്നത് π/4 ആകുമ്പോഴാണ് കോസിന്റെ വാല്യൂം സൈനിന്റെ വാല്യൂം എന്തായിട്ട് വരുന്നത്? ഈക്വൽ ആയിട്ട് നിൽക്കുന്നത്. കാരണം നമുക്ക് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ടേബിൾ മെഷർമെന്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം π/4ൽ രണ്ട് വാല്യൂവും 1/√2 എന്ന് പറയുന്ന ആശയമാണ്. അപ്പോൾ ഈ ഇന്റർവെല്ലിനകത്ത് കോസും സൈനും ഈക്വൽ ആയിട്ട് നിൽക്കുന്നത് എക്സ് എന്താകുമ്പോഴാണ്? π/4 എന്ന് പറഞ്ഞ കാര്യം ആകുമ്പോഴാണ്. അപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ എക്സ് ഈക്വൽ ടു π/4 എന്ന് പറയുന്നത് മാക്സിമം ആണോ എന്നുള്ള കാര്യം നോക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്ന കാര്യം ഒന്ന് കണ്ടുപിടിക്കുക. അതായത് ഒരു തവണ കൂടി ഒന്ന് ഡെറിവേഷൻ ചെയ്യുക. ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പോൾ കിട്ടി നിൽക്കുന്നത് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്ന ആശയമാണ്. ഒന്നുകൂടി ഡെറിവേഷൻ ചെയ്യുമ്പോൾ കോസ് എക്സിന്റെ ഡെറിവേഷൻ മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ കോസ് എക്സ്. നമ്മൾ ഇവിടെ ഇങ്ങനെ π/4 എന്ന് പറയുന്ന കാര്യം എക്സിന് പകരം അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സൈൻ π/4 മൈനസ് കോസ് π/4. ശ്രദ്ധിക്കേണ്ട കാര്യം മൈനസ് സൈൻ π/4ന്റെ വാല്യൂ 1/√2 ആണെന്ന് നമുക്കറിയാം, മൈനസ് കോസ് π/4ന്റെ വാല്യൂ 1/√2 ആണെന്ന് അറിയാം. എന്തായാലും നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്
ഈ വാല്യൂ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരു നെഗറ്റീവ് നമ്പറാണ് കിട്ടുക. നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 0 ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സിന് വാല്യൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലെസ് ദാൻ 0 ആണ് കിട്ടുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും. ഏത് പർട്ടിക്കുലർ പോയിന്റിൽ? എക്സ് ഈക്വൽ ടു π/4 എന്ന് പറഞ്ഞ പോയിന്റിൽ. അപ്പോൾ എക്സ് ഈക്വൽ ടു π/4ലാണ് ഈ ഫംഗ്ഷൻ എന്താവുന്നത്? മാക്സിമം ആകുന്നത്. നമ്മുടെ അടുത്തുള്ള ചോദ്യം എന്താണ്? മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് π/4 എന്ന് പറയുന്ന കാര്യം നിങ്ങൾ കണ്ടെത്തുക. എഫ് ഓഫ് π/4 ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ എക്സിനും പകരം എന്ത് കൊടുത്താൽ മതി? π/4 കൊടുത്താൽ മതി. അതായത് സൈൻ π/4 പ്ലസ് കോസ് π/4. സൈൻ π/4 എന്ന് പറയുന്നത് 1/√2 ആണ്. കോസ് π/4 എന്ന് പറയുന്നത് 1/√2 ആണ്. അതായത് 2/√2 വിച്ച് ഇസ് ഈക്വൽ ടു √2. കാരണം രണ്ട് √2കൾ ചേർന്നാലേ 2 ആവുകയുള്ളൂ. അപ്പോൾ √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞ് 2നെ എഴുതിയാൽ ഓരോ √2 ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ള √2 അവിടെ വരികയും ചെയ്യും. അപ്പോൾ ആ ഡിവിഷൻ എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? √2 എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലോസ് ഇന്റർവൽ 0 π/2 എന്ന് പറയുന്നതിൽ √2 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. ഒരു ഫംഗ്ഷൻ തന്നിട്ട് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യുന്നത് കഴിഞ്ഞ ചോദ്യം ചെയ്യുന്ന അതേ രീതിയിലാണ്. ആ ഫോർമാറ്റ് ഒന്ന് ഓർമ്മയിൽ നിങ്ങൾ വെക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കാര്യം എഴുതുക, എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുക, എഫ് ഡാഷ് എക്സിനെ 0യുമായി ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ആ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്കൻഡ് ഡെറിവേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എക്സിന് ഏത് വാല്യൂ ആണോ കൊടുത്തിരിക്കുന്നത് ആ വാല്യൂവിൽ ഫംഗ്ഷൻ മാക്സിമം ആണ്. എന്നാൽ ഗ്രേറ്റർ ദാൻ 0 ആണ് സെക്കൻഡ് ഡെറിവേഷന്റെ കാര്യത്തിൽ കയറി വരുന്നതെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിനിമം ആണ്. അത് ശരിക്കും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റെപ്പുകളൊന്നും ഓർമ്മയിൽ ഉണ്ടായാൽ മതി. എഫ് ഓഫ് എക്സ് എഴുതുക, എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക, എഫ് ഡാഷ് എക്സിനെ 0നോട് ഇക്വേറ്റ് ചെയ്യുക. അവിടെ നിന്നും എക്സ് എന്ന് പറയുന്നതിന് വാല്യൂസുകൾ കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് തൊട്ട് മുകളിൽ കിട്ടിയ എക്സിന്റെ വാല്യൂസ് ഓരോന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ലെസ് ദാൻ 0 ആണ് വരുന്നതെങ്കിൽ മാക്സിമം ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നതെങ്കിൽ മിനിമം എന്ന് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, സെക്കൻഡ് സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അത് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ആവുന്ന ഇന്റർവെൽ കണ്ടുപിടിക്കണം. ഇതും ഒരു പ്രത്യേക ഫോർമാറ്റിലൂടെ ചെയ്തു പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മോഡൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞതാണ്. മിനിമം നിങ്ങൾ ഇതെങ്കിലും പഠിക്കണം എന്നൊക്കെ ഞാൻ അവിടെ പ്രതിപാദിക്കുകയുണ്ടായി. എന്തായാലും നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ചെയ്യേണ്ടത് ആദ്യം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കാര്യം എഴുതി വെക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 5. അതിനുശേഷം എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുക. എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ 2x പ്ലസ് 2x എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ പ്ലസ് 2. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് അവിടെ വരുന്നത്. മൈനസ് 5 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേഷൻ 0 ആണ്. നമ്മളിപ്പോൾ തൽക്കാലം എഴുതുന്നില്ല. എഴുതിയാലും വിരോധമില്ല, എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. തൊട്ടടുത്ത സ്റ്റെപ്പ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നതിനെ 0നോട് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? 2x പ്ലസ് 2 എന്ന് പറയുന്നത് 0 ആണ്. 2x എന്ന് പറയുന്നത് -2 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു -2/2 എന്ന് പറയുന്നത് -1 എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് എക്സ് എന്ന് പറഞ്ഞ കാര്യം കിട്ടിക്കഴിഞ്ഞു. എക്സ് എന്ന് പറയുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റിയൽ ലൈൻ എന്ന് പറയുന്ന ആശയം, അതായത് നമ്പർ ലൈൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരറ്റത്ത് -∞, മറ്ററ്റത്ത് ഇൻഫിനിറ്റി കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എന്തായാലും ഇതിൻ്റെ ഇടയിലേ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇടയിലൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് -1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഇൻ്റർവെല്ലുകളാക്കി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. -∞, -1, -1, അപ്പോൾ രണ്ട് ഇൻ്റർവെല്ലുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിൽ ഏതാണ് ഇൻക്രീസിങ് ഏതാണ് ഡിക്രീസിങ് എന്ന് പറഞ്ഞ കാര്യം നമുക്കറിയില്ല. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് -∞, എഫ് ഡാഷ് ഇതിന്റെ ഇടയിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ എടുത്തിട്ട് എന്ത് ചെയ്യുക? അവിടെ കൊണ്ടു കൊടുക്കുക. എവിടെയാണ് കൊടുക്കേണ്ടത്? എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ എക്സിന് പകരമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ -∞, -1ന്റെയും ഇടയിൽ ഒരു -2 ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ എഫ് ഡാഷ് -2 എന്ന് പറഞ്ഞ കാര്യം ചെയ്യാണ്. എഫ് ഡാഷ് -2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2 × -2 + 2, അതായത് -4 + 2 = -2 < 0. എഫ് ഡാഷ് എക്സ് ഇവിടെ അങ്ങനെ അപ്പോൾ എന്തായിരിക്കും? <0 ആയിരിക്കും. <0 ആണെങ്കിൽ എഫ് ഈസ് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ്. SD എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് എന്ന് പറഞ്ഞ ആശയമാണ്. ഇനി ഇൻ
-1, ഈ ഇന്റർവെല്ലിലാണ് വരുന്നതെങ്കിൽ മുൻപേ ചെയ്ത പോലെ തന്നെ എഫ് ഡാഷ് ഇതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ 0 ഉണ്ട്, 0 എന്ന് പറഞ്ഞ കാര്യം എടുക്കുകയാണ്. 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 × 0 + 2 കിട്ടുന്ന ആൻസർ 2 ആണ്. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അവിടെ എങ്ങനെ എഫ് എന്ന് പറയുന്നത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിംഗ് ആണ്. ഇവിടെ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം ഇവിടെ ഓപ്പൺ ഇന്റർവെൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. എന്നാൽ ക്ലോസ്ഡ് ഇന്റർവെല്ലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഡിക്രീസിംഗ് എന്നോ ഇൻക്രീസിംഗ് എന്നോ മാത്രമേ പ്രതിപാദിക്കാറുള്ളൂ. ഇവിടെ ചോദ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആവുന്ന ഇന്റർവെൽ കാണാനാണ് പറഞ്ഞത്. നമുക്ക് എന്ത് കൺക്ലൂഷൻ പറയാം? ഡിക്രീസിംഗ് ആവുന്ന ഇന്റർവെൽ എന്ന് പറയുന്നത് -∞ -1 എന്ന് പറഞ്ഞ ഓപ്പൺ ഇന്റർവെൽ ആണ്. അതുപോലെ തന്നെ ഓപ്പൺ ഇന്റർവെൽ -1 ∞ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിംഗ് ആവുന്ന അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ആവുന്ന ഇന്റർവെൽ ആണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഫോർമാറ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. f(x) എഴുതുക, f'(x) എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുക, f'(x)നെ 0നോട് ഇക്വേറ്റ് ചെയ്യുക, x എന്ന് പറയുന്നതിന്റെ വാല്യൂസ് കിട്ടുന്നു നോക്കുക. ആ വാല്യൂസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ റിയൽ ലൈൻ എന്ന് പറയുന്നതിനെ ഡിസ്ജോയിന്റ് ഇന്റർവെൽസുകളാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ഇന്റർവെല്ലിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നു. അത് പരിശോധിക്കാൻ വേണ്ടി എപ്പോഴും ചെയ്യുന്നത് എന്താണ്? ഈ ഇന്റർവെല്ലിന്റെ ഇടയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ അവിടേക്ക് അപ്ലൈ ചെയ്യുന്നു. ആ വാല്യൂവിൽ എന്താണോ സ്വഭാവം അത് തന്നെയാണ് ആ ഇന്റർവെൽ എന്ന് പറയുന്നതിൽ മൊത്തത്തിൽ f'(x) വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിക്രീസിംഗ് ആണോ ഇൻക്രീസിംഗ് ആണോ എന്നുള്ള കാര്യമൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. 16ാമത്തെ ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനായി പറഞ്ഞിരുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. രണ്ട് ചോദ്യവും ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതിന്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് തന്നപ്പോൾ അതിൽ ഡിസ്കസ് ചെയ്ത അതേ ചോദ്യം തന്നെയാണ്. അത് കൃത്യമായി ശ്രദ്ധിച്ച് പഠിച്ചുപോയ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ആ 4 മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതിന്റെ ഓർഡർ ആണ് കണ്ടുപിടിക്കുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിലുള്ള സിംപ്ലസ്റ്റ് ഐഡിയ എന്താണ്? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ ആയിട്ട് വരുന്നത്. അതായത് ഡെറിവേറ്റീവുകളുടെ ഹയസ്റ്റ് ഓർഡർ ആണ് നോക്കേണ്ടത്. ഡെറിവേറ്റീവിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ dy/dx, അടുത്തത് d²y/dx², അടുത്തത് d³ അങ്ങനെ കയറി മുകളിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ y', 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 എക്സെട്ര എന്ന് പറഞ്ഞ രീതിയിൽ മുന്നിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ds/dt എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേഷൻ ആണ്, d²s/dt² എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേഷൻ ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതിന്റെ ഹയസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതാ വരിക? d²s/dt² ആണ് വരിക. അതുകൊണ്ട് തന്നെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ് ആൻസർ വരിക. രണ്ടാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ ഇതേ ചോദ്യം തന്നെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്തായാലും ഒന്നുകൂടി പെട്ടെന്നൊന്ന് ഓർമ്മയിലേക്ക് ഒന്ന് കൊണ്ടുവരിക. അവിടെ ക്ലിയർ ആവാത്തവർ ഇവിടെ നിന്ന് നോക്കുക. നമ്മളാകെ ഒരേ ഒരു മെത്തേഡ് മാത്രമാണ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുള്ളൂ. വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത് അതേ ഫോമിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് ഫോമിലല്ല കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കുറച്ച് അറേഞ്ച്മെന്റ്സ് നടത്തി എന്ത് ചെയ്യണം? വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തിക്കണം. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ sec²x tan y dx എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ നിർത്തുക, മറ്റേ ടേമിനെ റൈറ്റിലേക്ക് കൊണ്ടുപോവുക. പോസിറ്റീവ് ആണ്, അങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറുന്നത്? നെഗറ്റീവ് ടേം ആയിട്ട് മാറും. വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈഡിൽ എക്സിന്റെ ടേമുകൾ, മറ്റൊരു സൈഡിൽ വൈന്റെ ടേമുകൾ, ആ രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്യുമ്പോൾ എക്സിന്റെ ടേമുകൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ മുകൾ ഭാഗത്തായി dx വരണം. അതുപോലെ എവിടെയാണോ വൈന്റെ ടേമുകൾ നിൽക്കുന്നത് അതിന്റെ മുകൾ ഭാഗത്തായി dy വരുന്ന രീതിയിൽ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ടൊന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ sec²x എന്ന് പറയുന്ന കാര്യമുണ്ട്, dx ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള എക്സിന്റെ ടേമിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ് കിടക്കുന്നത്. ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഡിവിഷൻ എന്ന് പറയുന്ന കാര്യം വരുന്നു. ഈക്വൽ ടു മൈനസ് അതുപോലെ എഴുതി, sec² എന്ന് പറഞ്ഞ കാര്യം എഴുതി, dy എഴുതി. ഇവിടുത്തെ tan y എന്ന് പറയുന്നതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ്/tan y. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ലെഫ്റ്റ് സൈഡിൽ എക്സിന്റെ ടേം, റൈറ്റ് സൈഡിൽ y എന്ന് പറയുന്നതിന്റെ ടേം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ചെയ്യേണ്ടത് രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഇന്റഗ്രൽ sec²x dx/tan x ഈക്വൽ ടു മൈനസ് ഔട്ട് സൈഡ് നിർത്തുകയാണ്, ഇന്റഗ്രൽ sec² dy/tan y. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ടാൻ എക്സ് എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ ആണ് സീക്ക് സ്ക്വയർ എക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോഗ് മോഡ് ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈന്റെ ഡെറിവേഷൻ ആണ് സീക്ക് സ്ക്വയർ വൈ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആൻസർ എന്ത് പറയാം? ഈ മൈനസ് അതുപോലെ ഇറക്കി എഴുതി ലോഗ് മോഡ് ടാൻ വൈ പ്ലസ് സി. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ലോഗ് മോഡുലസ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെങ്ങനെ എഴുതാം? മോഡ് ടാൻ എക്സ് പ്ലസ് ലോഗ് മോഡ് ടാൻ വൈ ഈക്വൽ ടു സി. ഇതിലെ ലോഗ് ടാൻ എക്സ് പ്ലസ് ലോഗ് ടാൻ വൈ, ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി എന്ന് പറയുന്ന ആശയമാണ്. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാം? ലോഗ് ഓഫ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. മോഡുലസ് എഴുതണം നിർബന്ധമൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ എഴുതിയിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ലോഗ് എന്ന് പറയുന്ന കാര്യം ഒഴിവായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വെച്ച് ഉയർത്തുക, അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക: ഇ റൈസ് ടു ലോഗ് ടാൻ എക്സ് ടാൻ വൈ ഈക്വൽ ടു ഇ റൈസ് ടു സി. ഈയും ലോഗും അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ കിട്ടുന്നത് എന്താ? ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഈക്വൽ ടു ഇ റൈസ് ടു സി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെ മറ്റൊരു സി ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഇതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആശയമായിട്ട് കിട്ടേണ്ടത്.